ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വ്ളോഗുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഓട്സ് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഹണി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ന് ഞാൻ ചെറിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇരുന്ന് മടിയായിപ്പോവും. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ അതാ ഡൈനിങ് ടേബിളും പിന്നെ ടി വിയുടെ സ്റ്റാൻഡും അങ്ങനെയൊക്കെ തുടക്കാറുണ്ട്. ഒന്നൊരാടം ആണ് ഇതൊക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടയ്ക്ക് ഞാൻ അലക്കാൻ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ള തുണികൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണികളൊക്കെ എടുത്തതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ സയാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഉണ്ടായിരുന്നു, ബ്രഷൊക്കെ ചെയ്യിച്ചു, പിന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഭയങ്കര വാശിയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ. തുണികൾ വിരിക്കുമ്പോൾ ചില സമയത്ത് നല്ല മൂടായിരിക്കട്ടെ. ഇന്ന് തുണികളൊക്കെ വലിച്ച് ഭയങ്കര വാശി കാണിക്കാണ്ട. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരി ഒന്ന് മോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് വേഗം ഒന്ന് സയാനെയും ഫ്രഷാക്കി ഞാനും കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് സാമ്പാറും അച്ചിങ്ങ ഉപ്പേരിയും പപ്പടവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുൻപ് ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് റെസിപ്പി വീഡിയോസൊന്നും ഷെയർ ആക്കിയില്ല, എപ്പോഴും കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം സയാൻ ഇവിടെ കളിക്കാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ചെമ്മീൻ റോസ്റ്റും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂഡിൽസ് കഴിക്കാൻ തോന്നിയപ്പോൾ വൈകുന്നേരം കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കട്ടൻ ചായയോടൊപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യണ വീഡിയോസും ഞാൻ മുൻപ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. മിക്ക ദിവസവും ഡിന്നറിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ ഡിന്നർ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് ചായയുടെ ഒപ്പം ഡിന്നർ അങ്ങനെ ഒരുമിച്ച് കഴിക്കുക ചെയ്യാറ്. അപ്പോൾ പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ സയാന് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. പിന്നെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ലുലുവിലാണ് വന്നത്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു പെറ്റ് ഷോപ്പിൽ വരാറുണ്ടല്ലോ. സയാന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മീനെ കാണാനും. പിന്നെ അതാ ഇവിടെ മുകളിൽ ഹാംസ്റ്റർ ഉണ്ട് കേട്ടോ. ഹാംസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സയാന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ലുലു കണക്റ്റിൽ വന്നാണ്ടാ. കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഒരു പവർ ബാങ്ക് വാങ്ങിക്കണമെന്ന്. അങ്ങനെ പവർ ബാങ്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെൽക്കിൻ്റെ പവർ ബാങ്കാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഹസ്ബൻഡ് അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് അതാണ്. അപ്പോൾ അതാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഓരോ പവർ ബാങ്കും എടുത്തു നോക്കുന്നത് കണ്ടിട്ട് സയാനും അതുപോലെ തന്നെ എടുത്തു നോക്കാം കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനും സയാനെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ സയൻ ഇവിടെ നടന്ന് ഓടിക്കളിക്കുകയാണ്. അതിനുശേഷം ട്രോളിയൊക്കെ കണ്ട് ട്രോളിയൊക്കെ എടുക്കാൻ പോകണ്ട. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇതൊന്ന് കാറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പവർ ബാങ്ക്. അതിനുശേഷം പിന്നെ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സയാനിപ്പോൾ പെട്ടെന്നൊരു ഓട്ടമാണ്, കൈ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ചില സമയത്ത് ഭയങ്കരമായിട്ട് വാശി കാണിക്കും കേട്ടോ. അങ്ങനെ
പിന്നെ ഹസ്ബൻഡ് മാത്രമാണ് കാറിലേക്ക് പവർ ബാങ്ക് വെക്കാൻ പോയിട്ടാ. അപ്പോൾ നമ്മൾ ആ പെറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഹാംസ്റ്ററിനെ നോക്കായിരുന്നു. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ ഹൈപ്പറിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് വാങ്ങിച്ച പവർ ബാങ്ക് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വേറൊരു ദിവസം പുറത്ത് പോയതാണ് കേട്ടോ. സയാന് ഗണ്ണ് വേണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രേഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അന്ന് ഫസ്റ്റ് ഗ്രേഡിൽ കയറി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. ആലിബാബ ആൻഡ് 41 ഡിഷസില്ലേ, അവിടെ കയറിയതാണ്. അപ്പോൾ അവരുടെ 4th ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷേ ഡിന്നർ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വഞ്ചിയിൽ ഇങ്ങനെ കുറച്ച് മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം അവർ നമുക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തു തരും കേട്ടോ. അപ്പോൾ പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ ഇതാണ് കേട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത ഫോട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.